my head again. You had your heart set on me, but these feels they come and go, and they come so easily. Tell me what it is about you that I can't forget. But you... ഹായ്, ഇന്ന് നമ്മൾ പോകുന്നത് കൊടൈക്കനാലിലേക്കാണ്. ഈ വർഷം തന്നെ നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. നമ്മുടെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ കൊടൈക്കനാൽ. അപ്പോൾ 2 ദിവസത്തെ ട്രിപ്പാണ്. രാവിലെ 3:30 ആയിട്ടില്ല, അതിന് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 3:30 സമയത്ത്. ഇപ്പോൾ സമയം 6:30. നമ്മളൊരു 3 hours കൊണ്ട് ഒരു 140 kilometers കവർ ചെയ്തു. ഇപ്പോൾ നമ്മൾ പൊള്ളാച്ചി ആ വിൻഡ് മിൽസ് ഒക്കെ ഉള്ള ഏരിയയിലാണ്. നമ്മുടെ കൂടെ ബാക്കിൽ കാണിച്ച് കിരൺ ഉണ്ട്, നമ്മുടെ കസിൻ ബ്രദർ, പിന്നെ അനോറ, പിന്നെ ലിവിൻ, പിന്നെ നമ്മുടെ ഇതായിരിക്കണം കിടിലൻ സ്ഥലം. അതൊക്കെ ഫുള്ള് കാറ്റാടികളും. ഹായ് അനോറ, നമ്മളിന്ന് എവിടേക്ക് പോണേ? കൊടൈക്കനാലാ. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കൊടൈക്കനാലിൽ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നമ്മൾ കൂക്കൽ പൂമ്പാറയൊക്കെ പോയായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ പോകുന്നത് ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് മന്നവന്നൂര്, പോലൂർ, പിന്നെ ക്ലാവര, പിന്നെ ഒരു സ്ഥലം ഉണ്ടല്ലോ പൂണ്ടി, ഇങ്ങനത്തെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളെ ഒന്ന് കവർ ചെയ്യാന്ന് വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു, എല്ലാവരും എൻജോയ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല സീനിക്കായിട്ടുള്ള വഴിയാണ്, നല്ല ഭംഗിയുള്ള വഴികൾ. ഈ വഴി കണ്ടോ? കൊടൈക്കനാൽ പോകുന്ന എല്ലാവർക്കും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വഴിയാണത്. പളനി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കൊടൈക്കനാൽ പോകുന്ന വഴിക്ക് വരുന്ന ഒരു 2 സൈഡിലും ഫുള്ള് മരങ്ങളായിട്ട് നല്ല തണലുള്ള ഒരു വഴിയാണത്. ഈ വഴിയിൽ പല കച്ചവടക്കാരും ഉണ്ടാവും. ഇതിപ്പോൾ ഞങ്ങൾ നേരം വെളുത്തപ്പനെ കയറുന്നതുകൊണ്ടാണ് കാണാത്തത്. ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാർ അപ്പുറപ്പുറമായിട്ട് കാണാം. ഈ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റാണ്. അവിടെ നമ്മൾ നിർബന്ധമായിട്ട് ഈ പാസ് കാണിച്ചിരിക്കണം. അങ്ങനെ നമ്മൾ കൊടൈക്കനാൽ ചുരം കയറാൻ പോവാണ്. അത് കയറുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇത് കണ്ടോ? ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അവർ ഈ പാസ് ചോദിക്കും. ഈ പാസ് എന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ തന്നെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇനി ഇവിടെ നിന്ന് ചുരം കയറാൻ പോവാം. അപ്പോൾ പെട്രോളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അടിക്കുക. ഇനി മേലെ ഉണ്ടാവും. പിന്നെ ചെറിയ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം ഒരു ചെറിയൊരു സൗകര്യമുള്ളൊരു സ്ഥലം. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്, പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ കുഴപ്പമില്ല. ഒരു ഇപ്പോൾ ചുരം കയറുന്നതിന് മുമ്പുള്ള ഒരു മെയിൻ ഒരു സ്ഥലമാണ്. ഇത് 1.5 കിലോ 100, ബാക്കിയെല്ലാം 1 കിലോ 100 എന്നാണ്. ഇത് പേരക്ക മാൽഗോവ. ഇതിനൊക്കെ സൈസ് വേണ്ട, മാംഗോ ആണ്. ഇതിന് പേരെന്നാക്കാ? മൽഗോവ മാമ്പഴം. അപ്പോൾ അവർ കട്ട് ചെയ്ത് തരികയാണ്. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ്. 2-3 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിയ മാങ്ങയാണത്. നല്ല വലിപ്പമുള്ള മൽഗോവ മാമ്പഴം. അത് 2 കിലോ വാങ്ങി. 2 കിലോ പറഞ്ഞാൽ 3 അല്ലേ. അപ്പോൾ അത് കഴിക്കുകയാണ്. ചുരം കയറാൻ പോവാം. അങ്ങനെ നമ്മൾ ചുരം കയറാൻ പോവാട്ടോ. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ പറഞ്ഞ സെൻ്ററാണ്, പെട്രോൾ പമ്പ് എല്ലാം ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ചുരം കയറാൻ പോകാം കൊടൈക്കനാലിൽ. ഓക്കെ, ബൈ. ഹെയർ പിൻ ബെൻഡ് 2 ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ 2 വളവൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് കിട്ടും. ഇത് ഇവിടെ നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിന്റാണ്. ഇവിടെ നമുക്കൊരു ഡാമിൻ്റെ ഒരു വ്യൂ പോയിന്റാണ് കിട്ടുന്നത്. പിന്നെ ഇതൊരു വളവാ.
അപ്പം എന്തായാലും വരുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. അങ്ങനെ നമ്മൾ എവിടേക്കായി പോണേ? എത്താറായ? അങ്ങനെ ഇനി യാത്ര തുടരാം. ഹായ്, ഒരു ഹായ് കാണിച്ചേ. Staying up when I go out, you gotta know I'm all yours. But when I say what's that about, പോയിന്റിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴേക്കും പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലം ഇവിടെ പിന്നെ ഫുള്ള് ഇങ്ങനെ മങ്കീസിനെ കാണാം. ഉണ്ടോ? കുറേ ഉണ്ടാവും. എപ്പോൾ വരുമ്പോഴും ഈ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ അവർക്ക് മാംഗോ കിട്ടിയിട്ടുണ്ട്. ആരോ കൊടുത്താന്നുണ്ട്. അതുകൊണ്ട് നല്ല തീറ്റല. ഇത് നമ്മുടെ പളനി ടെമ്പിൾ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും പഴനി ആ സിറ്റിയും അമ്പലത്തിന്റെ ഏരിയ ഒക്കെ കറക്റ്റായിട്ട് കാണാമെന്നാണ് പറയുന്നത്. ഇത് കാണിച്ചോടെ. ഇതാണ് നമ്മുടെ പളനി. കണ്ട അമ്പലത്തിൻ്റെ ഇത് കാണാനുണ്ട് ചെറുതായിട്ട്. പിന്നെ സിറ്റി ആ ഒരു ഏരിയ കാണാനുണ്ട് മൊത്തം. ഇവിടെ ഇറങ്ങിയപ്പോഴേക്കും നല്ല യൂക്കാലിയുടെ മണമാണ്. യൂക്കാലിയുടെ ഒരു സ്മെല്ലില്ലേ? കാരണം ഇവിടെ മുഴുവൻ ആ യൂക്കാലി മരങ്ങളാണ്. നല്ല സ്മെല്ലാണ്. കാറ്റൊക്കെ അടിക്കുമ്പോൾ ശരിക്കും യൂക്കാലിയുടെ നല്ല മണം. നല്ലൊരു ഫീലാണ് ഇവിടെ എത്തുമ്പോൾ. അപ്പം നീ മേലെ പോലെ കിരൺ കയറിക്കോ. ഇവരിറങ്ങിയിട്ടില്ല, കാരണം ഇവിടെ എപ്പോഴും നമ്മൾ വരുന്നതല്ലേ. അതുകൊണ്ട് ഉറങ്ങിയാ? ഉറക്കത്തിലല്ലേ? നന്നായിണ്ട്. കൊടൈക്കനാൽ വന്നിട്ട് ഉറങ്ങാം. ഇതാ നമ്മുടെ ഫ്രൂട്ട്സ് കടകളില്ലേ, ആ കൊടൈക്കനാൽ കയറുന്ന നേരത്ത്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലെത്തി. കൊടൈക്കനാലിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഈ വാട്ടർഫോളാണ്. സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ എന്നാണ് അതിൻ്റെ പേര്. അത്യാവശ്യം തണുപ്പുണ്ട്, കോടയൊക്കെ ഇറങ്ങി തുടങ്ങി. അവിടെയാണ് ആ ചെക്ക് പോയിന്റ് വരുന്നത്. ആ ഒരു 60 റുപ്പീസ് ടോൾ ഉണ്ട് അവിടെ. ആ ടോൾ ഗേറ്റ് കഴിഞ്ഞിട്ട് നേരെ എൻ്റർ ആവുക. അപ്പോൾ ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു സിൽവർ കാസ്കേഡ് വാട്ടർഫോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. why do I, baby, why do I love the way you always leave me? Why do I, baby, why do I love the touch but never love the feeling? Why do I, baby, why do I love the way you always leave me? Why do I, baby, why do I love the touch but... ഇതിപ്പോൾ നമ്മൾ ആ വില്ലേജിൽ പോണ വഴിക്ക് പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അതൊന്ന് നിർത്തിയത് അവിടെ. ഇത് കണ്ടോ ഇരിക്കുന്നത്? ഒരു അമ്മയും കുഞ്ഞും. മഴ ചാറുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവരിങ്ങനെ ഇതായിട്ടിരിക്കുക. ഇത് നല്ലൊരു സ്ഥലം കേട്ടോ. ഇപ്പോൾ പോകുന്ന വഴിക്ക് ആൾക്കാർ കുറേ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിർത്തിയതാണ്. കാരണം നല്ലൊരു സ്ഥലമാണ്. ഇപ്പോൾ മഴ പെയ്തൊന്നും നിന്നുള്ളൂ കേട്ടോ. റോഡിലൊക്കെ വെള്ളമുണ്ട്. നല്ല സ്ഥലമാണ്. അപ്പോൾ ഈ വഴി പോകുമ്പോൾ ഇവിടെ ഒന്ന് ഇറങ്ങുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല മങ്കീസിൻ്റെ ശല്യം ഉണ്ട് ഇവിടെ. അതുകൊണ്ട് കയ്യിൽ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ തട്ടിപ്പറിച്ച് ഓടും. ഇവിടെ വണ്ടികളിലൊക്കെ കയറുന്നുണ്ട്. ഇത് നമ്മുടെ വില്ലേജുകളിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ഒരു റൂട്ടാണല്ലോ പോകാനും വരാനും. ഈ റൂട്ട് തന്നെയുള്ളൂ. മന്നമന്നൂർ, പൂമ്പാറ, പൂണ്ടി, ക്ലാവര, കൂക്കൽ, അതെല്ലാം ഈ ഒരു റൂട്ടാണ്. അപ്പോൾ കൊടൈക്കനാൽ വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഈ വഴി വന്ന് നോക്കുക. ഈ റൂട്ട് വളരെ മനോഹരമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൂക്കൽ, പൂമ്പാറ മാത്രമേ പോയുള്ളൂ. ഇന്നിപ്പോൾ ബാക്കിയുള്ള വില്ലേജ് കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നു. Messing with my head again. You had your heart set on me. ഇവിടെ വഴിയിൽ കുറച്ച് പിള്ളേർ കിടന്ന് നല്ല ആർമാദിക്കുന്നുണ്ട്. Tell me what it is about you that I can't forget. But you're breaking down my walls again just to set me free. Why do I, baby, why do I love the way you കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ ക്ലൈമറ്റ് നോക്കിയേ. Why do I, baby, why do I love the touch but never love the feeling? Why do I, baby, why do I love the way you always leave me? Why do I, baby, why do I... കണ്ടാ കിടിലൻ ചായ കേട്ടാ. പൂമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് കേട്ടോ. ഈ പൂമ്പാറയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത് കോട വന്ന് തുടങ്ങിയിട്ടുണ്ടോ പിന്നിൽ. ഈ ഒരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്.
കാരണം കൊടൈക്കനാൽ നോർമൽ കാണുന്ന സ്ഥലങ്ങളെക്കാളും വളരെ നല്ലതാണ് ഇവിടെ. കണ്ടോ ഇവിടെ എത്തി. അപ്പോൾ ഒരു ചായ അടിക്കാന്ന് വെച്ചു. നല്ല ഇവിടെ വരുമ്പോൾ ഈ കടയിൽ നോക്കി വെച്ചാൽ പൂമ്പാറ സെൻറ്ററിലാണ്. ഇത് വില്ലേജിലേക്കുള്ള വഴിയിൽ തിരിയുമ്പോൾ കുറച്ച് ഒരു 10 മിനിറ്റ് മുമ്പിൽ വരുമ്പോൾ കാണുന്ന സ്ഥലമാണ്. കിടിലൻ ചായയാണ് ഇവിടുത്തെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുടിച്ചായിരുന്നു. കോട കണ്ടോ, അത് നമുക്ക് വീഡിയോയിൽ അത്ര കാണുന്നതല്ലേ. അപ്പോഴേക്ക് ഇതേ മഴ വന്നു, ഇതേ മഴ പെയ്യുന്നു. ഇവിടുത്തെ ക്ലൈമറ്റ് കണ്ടോ, ഇങ്ങനെ ഓരോ മിനിറ്റിലും ക്ലൈമറ്റ് മാറുക. ഇതിപ്പോൾ ഇവിടെ ദേ മഴ ചാറി തുടങ്ങി കണ്ടോ. ഇത് വണ്ടിമിക്ക് കാണിക്കാൻ വെച്ചാൽ മഴ വരുന്നത് നല്ല കാണുള്ളൂ. ഫുള്ള് കോട പെട്ടെന്നാണ് വരുന്നത്. മഴയൊക്കെ നിമിഷ നേരം കൊണ്ട് മഴയായി. ഇത് പൂമ്പാറ കിടിലൻ. ഞങ്ങളും ഇപ്പോൾ ഒരു 10-15 പ്രാവശ്യം കൊടൈക്കനാലിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം ലാസ്റ്റ് വന്ന സമയത്താണ് ഈ ഒരു വില്ലേജിലേക്കുള്ള റൂട്ടിലേക്ക് വന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന സ്ഥലം കണ്ട് പോക്കാൻ മതി. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആട്ടോ ഇവിടെ. ഇത് പൂമ്പാറ വില്ലേജാണ്. അത് നമ്മളാ വില്ലേജിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന വില്ലേജ് പൂമ്പാറ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചൊരു മുമ്പിൽ പോകുമ്പോഴാണ് നമുക്ക് കൂകൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് റൈറ്റ് കട്ട് ചെയ്യണം. പിന്നെ മന്നവന്നൂർ ബാക്കിയുള്ള റോഡെല്ലാം സ്ട്രൈറ്റ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഒരു സെൻറ്റർ. ഇവിടെ നല്ല കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം കിട്ടും, ചായ ഒക്കെ കിട്ടും. ഇവിടുത്തെ ചായ മസ്റ്റ് ട്രൈ ആണ്. അത് എന്തായാലും മിസ് ചെയ്യണ്ട. ക്ലൈമറ്റ് ഒന്ന് കാണിച്ചെടുത്ത്. തണുപ്പത്ത് തിന്നാൻ പറ്റിയ സാധനം തിന്നോ. എനിക്ക് അത്ര സുഖമില്ല തൊണ്ടയ്ക്ക്. കോട രക്ഷയില്ല, പെട്ടെന്ന് മാറി. പിന്നെയും ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴേക്കും കോടയൊക്കെ പോയി കണ്ടോ. 0 വിസിബിലിറ്റി ആയിരുന്നു ഒരു 5 മിനിറ്റ് മുമ്പ്. പെട്ടെന്ന് ക്ലൈമറ്റ് മാറി, മൊത്തത്തിൽ മാറി കണ്ട. മൊത്തം ക്ലിയർ ആയി. മഴയിൽ നിന്നു പെട്ടെന്ന് വെയിൽ വെച്ചു. അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാ. ഇനി അങ്ങോട്ട് പോട്ടെ. ഇവിടെ ഇപ്പോൾ കുറച്ച് നേരം 1 അരമണിക്കൂറായി ഇവിടെ നിന്ന്. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിട്ടിരിക്കുക. കിടിലൻ ഒരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കിടിലൻ ഹാപ്പി അല്ലേ? ഇത് ഇല്ലുമിനാറ്റി പാട്ടൊക്കെ വെച്ചിട്ട് പറ്റിയൊരു ഡയലോഗ് ഉണ്ട്. മോൻ ഹാപ്പി അല്ലേ? ഇത് നമ്മൾ മന്നവന്നൂർ പോണ വഴിക്ക് വേറെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. കാണിച്ചു കൊടുത്തേ. വ്യൂ പോയിന്റ് ആണ് ഇതാണ്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ കൂക്കലിലേക്കുള്ള വഴി. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ മന്നവന്നൂർ അങ്ങനത്തെ സെറ്റപ്പാണ്. ഇതൊരു വ്യൂ പോയിന്റാണ് മന്നവന്നൂർ എത്തുന്നതിന് മുമ്പുള്ളത്. ഇതാണ് മന്നവന്നൂർ. ഇവിടെ ഷീപ്പ് ഫാം ഉണ്ട്. പിന്നെ ഒരു എക്കോ ടൂറിസത്തിൻ്റെ വേറൊരു സ്ഥലം കൂടെ ഉണ്ട് കാണാനായിട്ട്. പക്ഷേ ഇവിടെ ഞങ്ങളെത്തിയപ്പോൾ ഭയങ്കര മഴയായതുകൊണ്ട് ഇവിടെ 2 സ്ഥലത്തും ഇറങ്ങാൻ പറ്റിയില്ല. കാരണം മഴ പെയ്ത് ആകെ ചെളിയൊക്കെ ആയി, ആകെ കുളമായി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ഈ 2 സ്ഥലവും ഞങ്ങൾ ഈ പ്രാവശ്യം സ്കിപ്പ് ചെയ്തു. നെക്സ്റ്റ് ടൈം നോക്കാം. മന്നവന്നൂരിൽ നിന്ന് നേരെ പോയി അടുത്ത ഗ്രാമം വരുന്നത് കാവുഞ്ചി. അതും നല്ല അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കാവുഞ്ചി എന്ന് പറയുന്ന ഒരു വില്ലേജാണ്, ഒരു ഗ്രാമമാണ് കാവുഞ്ചി. മന്നവന്നൂർ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഗ്രാമമാണ്. ഇവിടെ ഇങ്ങനെ തട്ടായിട്ടുള്ള കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സ് വിൽക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ അവർ പറിച്ചിട്ട് വീട്ടുകാർ. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി പോയേക്കുക. അവർ അവിടെ നിന്നിട്ട് പ്രൈസൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ടോ, നമ്മുടെ പീച്ചില്ലേ, ആപ്രിക്കോട്ട്, പീച്ച്, പിന്നെ പാഷൻ ഫ്രൂട്ട്, ഗാർലിക്, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത്. എന്തായാലും പോയി നോക്കാം. കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഇത് നമ്മൾ പീച്ച് വാങ്ങി ഇവിടെ ഉണ്ടായതാ. ഇതുണ്ടോ, ഫ്രഷ് പീച്ചുകളാ. ഒരു എന്നാ ക്ലൈമറ്റ് മാറി. പിന്നെയും കാവുഞ്ചിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകണം. ഇനി ക്ലാവര, പോലൂർ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് 7 കിലോമീറ്റർ ഉള്ളത്. അത് കഴിഞ്ഞാൽ നമ്മുടെ കൊടൈക്കനാൽ കഴിഞ്ഞു, എൻഡായി. പിന്നെ ഗ്രാമങ്ങൾ കഴിഞ്ഞു. ഇവിടെ സീറോ പൂണ്ടി എന്ന് പറയുന്ന വില്ലേജിലേക്ക് എത്തി. ഇവിടെയും കുറച്ച് കടകളൊക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു ടിപ്പിക്കൽ ഗ്രാമമാണ്, ഗ്രാമപ്രദേശമാണ്. നല്ല കോടയുണ്ട്. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. നല്ല ഗ്രാമീണമായിട്ടുള്ളൊരു പ്രദേശം. നല്ല കോടയങ്ങ് വന്ന് മൂടിയിട്ടേ ഒന്നും കാണാനില്ല. താഴെ അങ്ങനെ നമ്മളെ ക്ലാവര എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്താറായിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ എത്തി. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കോട ഇങ്ങനെ പോകണുണ്ടോ.
അതിമനോഹരമായിട്ടുള്ള സ്ഥലം. സാധാരണ ആൾക്കാർ ഇവിടെ വരുമ്പോൾ മന്നവന്നൂർ വരെയാണ് ഒരു 95% ആൾക്കാർ വരുന്നത്. പക്ഷെ അതും കഴിഞ്ഞ് നമ്മളൊരു 10-12 കിലോമീറ്റർ വരികയാണെങ്കിൽ കൊടൈക്കനാൽ ഗ്രാമങ്ങൾ ഇവിടെ തീരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വട്ടവടയാണ്. പക്ഷേ ഇപ്പോൾ റോഡ് ക്ലോസ് ആണല്ലോ, പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും മന്നവന്നൂർ വരുന്ന ആൾക്കാർ ഈ ഒരു സ്ഥലത്തേക്ക് വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മതി ഇങ്ങോട്ട് എത്താൻ. അത് നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ജസ്റ്റ് ഒരു ഡ്രൈവ്, വേറെ വ്യൂ പോയിന്റ് അങ്ങനത്തെ ഒന്നുമില്ല. എവിടെ ഇറങ്ങിയാലും അതാണ് വ്യൂ പോയിന്റ്. ഈ സ്ഥലം തന്നെ നോക്കുകയാണെങ്കിൽ ഒന്നങ്ങോട്ട് കാണിച്ചു കണ്ടില്ലേ, അങ്ങോട്ട് തിരിഞ്ഞു കിഡിലൻ ആംബിയൻസ് ആണ്. കണ്ട കിഡിലൻ സ്ഥലം എന്ന് പറഞ്ഞാൽ കിഡിലൻ, ഒന്നും പറയാനില്ല. ഹലോ ഗായ്സ്, ഇങ്ങ പാർ. Staying up when I go out, you gotta know I'm all yours. But when I say what's that about, you start slurring your words. Tell me why you have to seem so distant when I'm holding you. Your fingertips are drifting away, and I fucking love how it hurts. Why do I, baby, why do I love the way you always leave me? Why do I, baby, why do I love the touch but never love the feeling? Why do I, baby, why do I love the way you always leave me? Why do I, baby, why do I love the touch but never love the feeling? Why do I, baby? ഇതങ്ങനെ പോലൂർ ഗ്രാമത്തിലാണ്. ഇവിടെ നമ്മുടെ ശശിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരുണ്ടല്ലോ, ആളുടെ കുറേ വീഡിയോകളിൽ കാണാം. ശശിയേട്ടൻ്റെ ഒരു റെഡ് 800 കാണാം, പണ്ടത്തെ അതായിരുന്നു. ഇതാണ് ആളുടെ പ്രോപ്പർട്ടി. പക്ഷെ നമ്മൾ സ്റ്റേ ഇവിടെയല്ല. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് വന്നപ്പോൾ ആ കാറ് കണ്ടുകൊണ്ട് പെട്ടെന്ന് സ്പോട്ട് ഇതാക്കാൻ പറ്റി, കണ്ടുപിടിക്കാൻ പറ്റി. ജസ്റ്റ് ഒന്ന് കാണാൻ വെച്ചിട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇതൊന്നും നല്ല കിടിലൻ ഗ്രാമപ്രദേശം കേട്ടോ. കണ്ടോ, മഴ പെയ്യുന്നുണ്ട്, കണ്ടോ, ടിപ്പിക്കൽ ഗ്രാമപ്രദേശം. അങ്ങനെ പോലൂര് കണ്ടു, ക്ലാവര കണ്ടു. അവിടെ 2 സ്ഥലത്തും ഫോൾ ഉണ്ട്, 2 വാട്ടർഫോൾസ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ നല്ല മഴ കാണിച്ച് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വണ്ടി റോഡ് സൈഡിലിട്ടിട്ട് കുറച്ച് നടക്കണം, ഒരു 5-10 മിനിറ്റ് നടക്കാണ്ട്. അപ്പം മഴയുണ്ട്, പിന്നെ പിള്ളേർക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ രക്ഷയില്ല, മഴ കുറയണില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിക്കുകയാണ്. ഇനി നമുക്ക് പോണ വഴിക്ക് വേറെ നോക്കാം അല്ലേ. അങ്ങനെ നമ്മൾ പൂമ്പാറയിലേക്ക് തിരിച്ചെത്തി. ഭയങ്കര മഴയായിരുന്നു. പൂമ്പാറയിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടാൽ നല്ലൊരു വ്യൂ പോയിന്റാണ്. കിടിലൻ ചായ. ഞങ്ങള് രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ചായ കുടിച്ചില്ലേ ആ സ്ഥലം തന്നെ. പൂമ്പാറയിൽ ഇപ്പോൾ തിരിച്ചു പോണ വഴിക്ക് അവിടെ നിന്ന് എത്തിയതാണ്. കിടിലൻ ചായ അല്ലേ, നല്ല സുഖം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിലോട്ട് തിരിച്ചെത്തി. ആണ് നമ്മുടെ റൂം. ബാത്റൂം ഓക്കെ, ക്ലീനാണ്. പിന്നെ ഇവിടെ എന്താടാ ബനിയൻ ട്രീ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു ബാൽക്കണി ഉണ്ട്. ഇത് നമ്മുടെ ബാൽക്കണിയാണ്. ബാൽക്കണി, പിന്നെ ബാത്റൂം ഇവിടെ. അപ്പോൾ ലിവിങ് കയറേണ്ട റൂം വേണ്ടേ. അങ്ങനെ ആദ്യത്തെ ദിവസം തീർന്നു. ഇനി കുറച്ച് നേരം പുറത്തൊക്കെ വന്നിരുന്ന് ചില്ലായിട്ടുള്ള ഒരു ക്ലൈമറ്റൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഉറങ്ങാൻ പോകും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം. ഓക്കെ, ബൈ. Staying up when I go out, you gotta know I'm